ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. ഇന്ന് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ അരിയുണ്ട ഉണ്ടാക്കാം കേട്ടോ. വീട്ടിൽ നമ്മുടെ അവലോസ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അരിയുണ്ട. അപ്പോൾ അവലോസ് പൊടി ഇങ്ങനെ കിട്ടുമ്പോൾ അതിനകത്ത് വലിയ തരി ഉണ്ടെങ്കിൽ ആ തരിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ആ പൊടി ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വേണം കേട്ടോ അവലോസുണ്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ അതൊന്ന് അലിഞ്ഞ് ആ ശർക്കര നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാം. എന്നാലാണ് ഇതിൻ്റെ പൊടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുള്ള ഒരു ശർക്കരപ്പാനി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മധുരത്തിനൊക്കെ അനുസരിച്ച് ഇപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കറക്റ്റ് ഒരു അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതേ അളവിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ട കിട്ടും. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് മമ്മിയുണ്ട്. മമ്മിക്കാവുമ്പോൾ അരിയുണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇത്രയും വേസ്റ്റ് അതിനകത്തുനിന്ന് കിട്ടി കേട്ടോ ശർക്കരയിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ശർക്കര എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പറയുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒറ്റനൂൽ പരിവമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ഒട്ടി വരുന്ന പരിവം, അതായത് ഈ ശർക്കര പാനി പതിയെ നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒന്ന് ഒട്ടുന്ന പാകം, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഒട്ടി വന്ന് തുടങ്ങിയപ്പോഴേക്കും വേഗം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടി എടുത്തിരിക്കുന്നത് 3 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാത്തിലേക്കും ആകാൻ പാകത്തിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടൊട്ടും നഷ്ടപ്പെടുത്തരുത്. അതിന് മുമ്പേ നമ്മൾ ഉണ്ടയാക്കി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ചൂട് നഷ്ടപ്പെടുത്താതെ ഒന്ന് കൂട്ടിയിട്ട് ആ സൈഡിൽ നിന്ന് വേണം നമ്മൾ കുറച്ച് വീതം എടുത്ത് ഉണ്ട പിടിക്കാനായിട്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഉണ്ടയുടെ തരികൾ അവലോസ് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ചെറുതായിട്ട് ഉണ്ട ഉരുട്ടി ഇതേ സ്റ്റൈലിൽ മമ്മി ഉരുട്ടുന്നുണ്ടോ, ഇതേ സ്റ്റൈലിൽ ഉണ്ട ഉരുട്ടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് തരി കൂടി, അതായത് അവലോസ് പൊടി കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് സൈഡിൽ നിന്ന് വേണം ഉരുട്ടാനായിട്ട്. നല്ല ചൂടായതുകൊണ്ട് എൻ്റെ കൈയൊക്കെ പൊള്ളി നല്ല ചുവന്നു. ഉണ്ട ഇങ്ങനെ ഉരുട്ടുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു വേദന അല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ തരിയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉണ്ട റെഡി. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അരിയുണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയുമല്ലോ. പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാൻ മറക്കണ്ട. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നല്ല ഫുഡ് റിവ്യൂസുകളും നല്ല ഫുഡുകളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ ഫ്രം കുക്ക് വിത്ത് ജ്വൽ.